ട്രെയിനിൽ കുഴഞ്ഞു വീണ ഒരു യുവാവ് ചികിത്സ കിട്ടാൻ വൈകി മരിച്ച സംഭവത്തിൽ ദക്ഷിണ റെയിൽവേയുടെ വിശദീകരണം വന്നിരിക്കുന്നു. പാലക്കാട് സ്വദേശി ശ്രീജിത്തിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് റെയിൽവേയുടെ അവകാശവാദം. യാത്രക്കാർ കയറി അപായച്ചങ്ങല വലിച്ചതാണ് ചികിത്സ ലഭിക്കാൻ താമസമുണ്ടായത് എന്നാണ് ഇപ്പോൾ റെയിൽവേ പറയുന്നത്. മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തിയിട്ടും ആംബുലൻസ് സ്റ്റേഷനിലെത്താൻ വൈകിയെത്തിയത് പരിമിതമായ റോഡ് സൗകര്യം മൂലമെന്ന് പറയുന്നു. റെയിൽവേ ജീവനക്കാർക്കോ സ്റ്റേഷൻ മാസ്റ്റർക്കോ ഇതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നുമാണ് റെയിൽവേയുടെ വിശദീകരണം. എന്നാൽ ഇങ്ങനെയാണോ ഇത് സംഭവിച്ചെന്നറിയാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സൂരജ് സജി തത്സമയം ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, ശരിക്കും വളരെ 3 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന മുളങ്കുന്നത്തുകാവുള്ള തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് അവിടെ ഉള്ളപ്പോഴാണ് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് മരിച്ചത് എന്നുള്ളത് ഇന്നലെ തന്നെ നമ്മളെ വല്ലാത്ത ഷോക്ക് ഏൽപ്പിച്ചിരുന്നു. പറയൂ. തീർച്ചയായും, അതായത് ഈ റെയിൽവേയുടെ ന്യായീകരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം ഈ റോഡ് സൗകര്യം ഇല്ലാത്തത് മൂലമാണ് ഈ ആംബുലൻസ് എത്താൻ വൈകിയതെന്ന് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന വാദമല്ല. പ്രത്യേകിച്ച് ഈ യുവാവിനെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചതിന് ശേഷം, റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ഒരു ആംബുലൻസ് വിളിച്ചാൽ പോലും ഒരു 5 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. റെയിൽവേ ഇത് സംബന്ധിച്ച് ഇതിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണവുമായി രംഗത്തെത്തുമ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ റോഡ് അസൗകര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എത്താൻ വൈകിയത്. അതോടൊപ്പം തന്നെ ഈ യാത്രക്കാർ പലപ്പോഴും ഈ പ്രകോപിതരാവുകയും ഒക്കെ ചെയ്തു. അത് ഈ ചികിത്സ നൽകുന്നതിന് വൈകിപ്പിച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജീവനക്കാർക്കോ ടി.ടിമാർക്കോ ഇതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവിടെ എന്തൊക്കെ അരങ്ങേറി എന്നുള്ളത് ഈ യാത്രക്കാരെ സംബന്ധിച്ച് അവരെല്ലാവരും തന്നെ ഈ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നു കണ്ടു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി അവിടെ എത്തി ഈ ചെറുപ്പക്കാരന് ആദ്യഘട്ടത്തിൽ CPR നൽകുന്നു. പിന്നീട് ഈ യാത്രക്കാർ തന്നെ പല കമ്പാർട്ട്മെന്റുകളിൽ കയറി അവിടെ ഡോക്ടർമാരുണ്ടോ എന്ന് തിരക്കി ഒരു വനിതാ ഡോക്ടറെ അടക്കം എത്തിച്ചുകൊണ്ട് ഈ യുവാവിന് ചികിത്സ നൽകുന്നു. അങ്ങനെ ഒരു വേള ഈ യുവാവിനെ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ് യുവാവിന് പൾസ് അടക്കം ലഭിച്ചതാണ്. അത് ആശ്വാസകരമാണ് എന്നുള്ള അവർ കരുതിയിരുന്നതാണ്. അങ്ങനെ ജീവിതത്തിലേക്ക് യുവാവ് മടങ്ങി വരും എന്ന് കരുതിക്കൊണ്ടാണ് ഈ ആംബുലൻസിലേക്ക് ഇവർ കയറ്റി അയക്കുന്നത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ യുവാവ് മരിക്കുന്നു. അതിൽ കൃത്യമായ വീഴ്ച, അത് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ട് എന്നുള്ളത് കുടുംബം തന്നെ ആരോപിച്ചതാണ്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെയും മറ്റും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യേ 25 മിനിറ്റിലധികം നേരം യുവാവിന് ആംബുലൻസ് ലഭിക്കാതെ വൈകിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുകയാണ്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശദീകരണമാണ് എന്ന് പറയാനും കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.